Okay, good morning dear students. Welcome back to my colloidal class. Last class I have discussed about the zeta potential. I defined the zeta potential and I given the expression for the zeta potential. There are two separate equations for the zeta potential. And one is that is zeta potential, that is zeta equal to 4 pi eta u by d, and the other is of the form that is zeta is equal to 4 pi e d by d. So this is a two different equation, that is a more orderly equation. So you have to write both of the equation and explain the term. Okay. Now that is the zeta potential is defined as the potential difference that exists between the surface of separation of the fixed layer and the mobile layer of a colloidal system due to its opposite charges at the inner surface. ഒരു കൊളോയിഡൽ സിസ്റ്റത്തിന്റെ ഫിക്സഡ് ലെയറിന്റെയും മൊബൈൽ ലെയറിന്റെയും ഇടയിൽ ഇന്റർ സർഫസിൽ അതിന്റെ ചാർജ് സെപ്പറേഷൻ കൊണ്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ചാർജിന്റെ സെപ്പറേഷൻ കൊണ്ട് ഉടലെടുക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ആ പൊട്ടൻഷ്യലിനെയാണ്, ആ EMF-നെയാണ് നമ്മൾ സീറ്റ പൊട്ടൻഷ്യലാണ് സീറ്റ പൊട്ടൻഷ്യൽ എന്ന് അറിയപ്പെടുന്നത്. ഇവിടെ പറയുന്നത് potential that develops at the inner surface of the fixed layer and the mobile layer of a colloidal system due to the accumulation of opposite charges there. Okay, and that is defined as zeta potential. Zeta is equal to 4 pi eta u by d, where eta is the coefficient of viscosity of the medium and d is the dielectric constant of the medium. So eta and d are for one species, that is of the medium, dispersion mediaത്തിന്റെ coefficient of viscosity, dispersion medium dielectric constant ആണ്, and u is the electrophoretic mobility of the colloidal particle. അതായത് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കൊടുക്കുമ്പോൾ അത് മൂവ് ചെയ്യുന്നതിന്റെ സ്പീഡാണ് അയണിക് മൊബിലിറ്റി, അതുപോലെ തന്നെ ഇലക്ട്രോഫോറേറ്റിക് മൊബിലിറ്റി എന്ന ടേമാണ്. result is equal to 4 pi e into d by d, where e is a charge of the numerical charge of either fixed layer or mobile layer. That is, I think it is numerically the same but opposite charge. Opposite ആണ്. 10 പോസിറ്റീവ് ഫിക്സഡ് ലെയർ ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്തിരിക്കുന്ന കൊളോയിഡൽ പാർട്ടിലേക്കെങ്കിൽ ഡിസ്പേഴ്സൺ മീഡിയത്തിനകത്തുള്ള മൊബൈൽ ലെയറിനകത്തേക്ക് 20 നെഗറ്റീവ് ചാർജും 10 പോസിറ്റീവ് ചാർജും വന്നിട്ട് റിസൾട്ടന്റ് 10 നെഗറ്റീവ് ചാർജ് വരും. സോ ദർ ഇസ് എ സർഫസ് സെപ്പറേഷനിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാകുകയാണ്. അപ്പോൾ ആ ന്യൂമറിക്കൽ ചാർജ് ഈസ് ദ ചാർജ് ഓഫ് either colloidal particle or dispersion medium, net charge, and d is the distance of the separation between the two layers. നമ്മൾ പറഞ്ഞ രണ്ട് വാട്ടർ പ്ലേറ്റ് കണ്ടൻസർ ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തെങ്കിൽ ഫിക്സഡ് ലെയറിനെയും മൊബൈൽ ലെയറിനെയും രണ്ട് പാരലൽ പ്ലേറ്റുകളായിട്ടാണ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു വേഗമായിട്ടുള്ള കൺസെപ്റ്റ് ആണ്. കാരണം ഫിക്സഡ് ലെയർ എന്ന് പറയുന്നത് കൊളോയിഡൽ പാർട്ടിക്കിളിലേക്ക് പിടിച്ചിരിക്കുകയാണ്. കൊളോയിഡൽ പാർട്ടിക്കിൾ വിത്ത് ഇറ്റ്സ് അബ്സോർബ്ഡ് അയോൺ 1 2 3 4 5 6 7 8 9 10 ഇത് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഫിക്സഡ്. ദിസ് ഇസ് ദ ഫിക്സഡ് പാർട്ട് ഓഫ് ദ ഡബിൾ ലെയർ. ഇത് 10 പോസിറ്റീവ് ആണ് ഫിക്സഡ് ലെയർ. ഇനി ഡിഫ്യൂസ് ലെയർ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുക, ഇങ്ങനെ വെള്ളത്തിനെ സ്പ്രെഡ് ചെയ്യുക, മൊബൈൽ ഡിസ്പേഴ്സ് ചെയ്യും. ഇതിനകത്തേക്ക് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ എത്തുമ്പോൾ വാനിഷ് ചെയ്യും. സോ ഇറ്റ് ഫെയ്ഡ് അവേ, ദ ചാർജ് ഫെയ്ഡ് അവേ അറ്റ് ദിസ് ഡിസ്റ്റൻസ്. എക്സ്പ്രഷൻ മാറില്ല. അതുകൊണ്ട് ഇതിന്റെ നെറ്റ് ചാർജ് എന്ന് പറയുന്നത് 20 നെഗറ്റീവും 10 പോസിറ്റീവ് ആയിരിക്കും. 20 നെഗറ്റീവിലെ കൂടുതൽ നെഗറ്റീവ് ചാർജ് ഇവിടെ വരും. ഇങ്ങോട്ട് പോകുന്ന നെഗറ്റീവ് ചാർജ് കൂടും, പോസിറ്റീവ് കുറയും, നെഗറ്റീവ് ചാർജ് കുറഞ്ഞ പോസിറ്റീവ് ചാർജ് കൂടി കണക്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, 10 പോസിറ്റീവ് ചാർജ് 20 നെഗറ്റീവ് ചാർജ്, 20 നെഗറ്റീവ് ചാർജ് കൂടുതൽ നെഗറ്റീവ് ചാർജ് ഇത് ഇവിടെ ആയിരിക്കും. കാരണം ഡ്യൂ ടു ദ ഇലക്ട്രോസ്റ്റാറ്റിക് തിയറിയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ അനുസരിച്ച് പോസിറ്റീവ് ചാർജ് ഇട്ടുമായിട്ട് കൂടുതൽ നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്ന ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ 20 നെഗറ്റീവ് ചാർജ് 10 നെഗറ്റീവ് ചാർജിന് ഇവിടെ കൊടുക്കാൻ നിൽക്കും. 10 നെഗറ്റീവ് ചാർജ്, ബാക്കി നെഗറ്റീവ് ചാർജ് ഇങ്ങനെ ഫീഡ് ചെയ്ത് പോവുകയാണ്. സോ ദ നെറ്റ് ഈസ് ഓക്കെ minus 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 minus
മൈനസ് 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 മൈനസ്. ഇനി ഇവിടെ എന്താണ്? പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. 1 2 3 4 5. ഓക്കെ. പിന്നെ നെഗറ്റീവ് കൊടുക്കുക. ഇവിടേക്ക് നെഗറ്റീവ് നെഗറ്റീവ് എത്രയായി? 12 ആയി. ഇനി അടുത്തത് നിങ്ങൾക്ക് എന്താണ്? വീണ്ടും ഒരു 6 നെഗറ്റീവ് ചാർജ് കൊടുക്കുക. 1 2 3 4 5 ഇവിടെ വേണം കൊടുക്കുക. ഒരു നെഗറ്റീവിനെ നെഗറ്റീവ് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കൊടുക്കുക. ഈ നെഗറ്റീവ് ചാർജ് ഇവിടെ കുഴപ്പമില്ല. എന്നിട്ട് ബാക്കി പോസിറ്റീവ് ചാർജ് എത്ര? ഇവിടെ 1 2 3 4 5. ഇവിടെ 5 നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് ഇവിടെ കൊടുക്കുക. 1 2 3 4 5 കൊടുക്കുക. സോ ദ നെറ്റ് ചാർജ് ഈസ് ഓപ്പോസിറ്റ്. പിന്നീട് വരുന്നത് ഇതാണ് ഡിഫ്യൂഷൻ. ഇതിങ്ങനെ സ്പ്രെഡ് ഇത്രയും കിടക്കുകയാണ്. ഈ ഡിസ്റ്റൻസിനെയാണ് ഡി എന്ന് അറിയപ്പെടുന്നത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ the fixed part and the diffused part of the double layer is called D, and D is the dielectric potential. So theta potential 4 pi eta ED by D or 4 pi eta U by D. Our understanding can explain you where D is the distance between the fixed layer and the mobile layer, assuming you have two parallel layers or parallel plates. Then the application of the after effect of the theta potential. Theta potential after effect on one. Theta potential gives the main factor that gives stability to a colloidal system on the what? After effect of theta potential. That's what we are discussing here. After effect of theta potential. Okay. One. It gives stability to the colloidal system. Colloidal systemത്തിന് stability കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് theta potential ആണ്. ഒരു ചെറിയ ഫാക്ടർ എന്ന് പറയുന്നത് ഇതാണ്. ബ്രൗണിയൻ മൂവ്മെന്റ് സ്റ്റെബിലിറ്റി കൊടുക്കുന്നുണ്ട് ഒരു പരിധിവരെ. കാരണം അത് സെന്റർ ഓഫ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ വഴി സെഡിമെന്റ് ചെയ്യാനുള്ള ഇത് തടയുന്നുണ്ട് Brownian motion. So Brownian movement give a sort of stability to the colloidal system and prevent it from sedimentation due to the force of gravitation. Okay, but here it is the main factor because as far as there is light charges in the colloidal system. Remember, colloidal particle ellam charges ഒരേ ചാർജുകളാണ്. Colloidal particles are of like charges. In a particular colloidal system, the colloidal particles are of like charges. Okay, they are of like charges. The like charge of the colloidal particle always repel each other. There is a force of repulsion between the particles, so that they do not that is comes together or aggregate together due to the force of repulsion and normally not undergoing precipitation. Normally, precipitation നടക്കുന്ന ഈ ലൈക്ക് ചാർജ് ആയിട്ടുള്ള ഈ പാർട്ടിക്കിള് റിപ്പൽഷൻ വഴി അകന്ന് നിൽക്കുന്നതുകൊണ്ട് ഒരിക്കലും അവ കൊയാലൈസ് ചെയ്ത് അല്ലെങ്കിൽ അടുത്ത് വന്നിട്ട് കൊയാഗുലേഷൻ നടക്കുന്നില്ല, പ്രസിപ്പിറ്റ് ചെയ്യാൻ തടയുകയാണ്. ആൻഡ് അതൊരു പരിധി വരെ ഇത് കാരണം സീറ്റ പൊട്ടൻഷ്യൽ കാരണമാണ്. നിങ്ങൾക്കറിയാം സീറ്റ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്? കൊളോയിഡൽ പാർട്ടിക്കിൾ ലൈക്ക് ചാർജ് ഡിസ്പേർഷൻ മീഡിയത്തിന്റെ ന്യൂമറിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ചാർജും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എന്ന് മനസ്സിലാക്കുക. As far as there is like charges in the colloidal particle, there is a numerically opposite charge in the dispersion medium in the mobile layer. So that is there is theta potential, and as far as theta potential is there, it gives stability to the colloidal solution that prevent it from precipitation. അതാണ് പറയുന്നത്. അതായത് കൊയാഗുലേഷനിൽ നിന്നും ഒരു പരിധി വരെ കൊളോയിഡൽ പാർട്ടിക്കിളിനെ പ്രിവെന്റ് ചെയ്യുന്നത് theta potential ആണ്, because of the theta potential. Okay, and the like charges is always there, which prevent the particle to aggregate together from precipitation. Then രണ്ടാമത്തെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട ഇലക്ട്രോ കൈനറ്റിക് പ്രോപ്പർട്ടിയാണ്. ഒരു ഇലക്ട്രോ കൈനറ്റിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രോഫോറസിസ് ആണ്. ഇലക്ട്രോഫോറസിസ്. അപ്പോൾ the two other applications are that is effects are electrokinetic effect
There are two effects of theta potential. One I give it stability, and second is it has electrokinetic effect. There are two such electrokinetic effects. One is electrophoresis, and second is one electrokinetic phenomena. Two such effects. That is one is electrophoresis, and second is electroosmosis. ഒന്ന് അത് കൊളോയിഡ് സ്റ്റെബിലിറ്റി കൊടുക്കുന്നു. രണ്ട് ഇലക്ട്രോകൈനറ്റിക് ഫിനോമിന എന്ന് പറയുന്ന പ്രതിഭാസം കാണിക്കുന്നു. രണ്ട് ഇലക്ട്രോകൈനറ്റിക് പ്രതിഭാസമാണ് പ്രയോജനം. ഒന്ന് ഇലക്ട്രോഫോറസിസും, രണ്ട് ഇലക്ട്രോസ്മോസിസും. രണ്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എന്താണ് ഇലക്ട്രോഫോറസ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. രണ്ടും കൂടെയാണ് ഇലക്ട്രോകൈനറ്റിക് ഫിനോമിന എന്നറിയപ്പെടുന്നത്. The electrophoresis, that is, when a colloidal solution taken in a U-tube, ഒരു യൂട്യൂബിലേക്ക് കൊളോയിഡ് സൊല്യൂഷൻ എടുക്കുക. അതിനുശേഷം you take a colloidal solution in a U-tube, okay, and it is subjected to an electric field. അതിനൊരു ഇലക്ട്രിക് ഫീൽഡിലേക്ക് വിധേയമാക്കുക by applying രണ്ട് ഇലക്ട്രോഡ് ഡിപ്പ് ചെയ്തുകൊണ്ട്. Okay, you apply the colloidal solution taken in a U-tube to an electric field or electric potential. You apply electric field. So under the influence of the electric potential, the electrically charged colloidal particles move towards a particular electrode, leaving behind the dispersion medium. The colloidal particle always move towards that electrode which is opposite to that of the charge of the colloidal particle. This migration of the colloidal particle, under the influence of an applied potential is called electrophoresis. കൊളോയിഡ് പാർട്ടിക്കിളിന്റെ ഇലക്ട്രിക് ഫീൽഡിലുള്ള മൈഗ്രേഷനാണ് ഇലക്ട്രോഫോറസിസ് എന്നറിയപ്പെടുന്നത്. If the colloidal particles are negatively charged particles, the particle then move towards opposite electrode. ഏതായിരിക്കും നെഗറ്റീവ് ചാർജ് പാർട്ടിക്കിൾ എപ്പോഴും ഇങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്, ആനോഡിലേക്ക് മൂവ് ചെയ്യും. പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിന് ആനാഫോറസിസ് എന്നാണ് അറിയപ്പെടുന്നത്. If the colloidal particles are positively charged particles, they will always move towards the opposite electrode, that is negative electrode, like കാഥോഡിലേക്ക് മൂവ് ചെയ്യും. Then it is called കറ്റാഫോറസിസ്. ആ രണ്ട് തരത്തിലുള്ള ഇലക്ട്രോഫോറസ് ആണ്, ആനാഫോറസിസും കറ്റാഫോറസിസ്. ഇത് നമുക്ക് ചാർജിനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. കൊളോയിഡ് പാർട്ടിക്കിൾ ഏത് തരത്തിലുള്ള ചാർജ് ആണ് എന്ന് പറയാൻ പറ്റും. ജനറലായിട്ട് പറഞ്ഞാൽ the electrically charged colloidal particle move towards the opposite electrode under the influence of an electric field. That migration is called electrophoresis. So the movement or migration of the electrically charged colloidal particle towards the opposite electrode under the influence of an electric field is called electrophoresis, and it may be anaphoresis or cataphoresis. For example, H2 നമുക്ക് ഫെറിക് ഹൈഡ്രോക്സൈഡ് സോൺ നമുക്കറിയാം. നോർമലി ഇറ്റ് ഈസ് ഓഫ് പോസിറ്റീവ്ലി ചാർജ് ഡ്യൂ ടു ദ അബ്സോർപ്ഷൻ ഓഫ് ഡിഫറൻഷ്യൽ പോസിറ്റീവ് ഫെറിക് അയോൺ. So all the colloidal particles present in ferric hydroxide salt are positively charged. So when they are subjected to the electric field action, potential difference കൊടുക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഫെറിക് ഹൈഡ്രോക്സൈഡ് പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ the positive charged colloidal particles is positive and negative electric field. So the positive charged colloidal particle move towards cathode, negative electrode ഇങ്ങോട്ട് മൂവ് ചെയ്യും. They move towards the cathode under the influence of the electric field, leaving behind the dispersed medium water here. വാട്ടറായ ഡിസ്പേഴ്സ് മീഡിയത്തിലെ ഓട്ടത്തെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ കൊളോയിഡ് പാർട്ടിക്കിൾ എല്ലാം കൂടി നെഗറ്റീവ് ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്ത് പ്രിസിപിറ്റേറ്റ് ചെയ്യും. So this is down. So it is positive cataphoresis down. On the other hand, H2S3 salt particles are negatively charged due to the preferential absorption of sulfide ion on the surface. അപ്പോൾ അവിടെ നെഗറ്റീവ് ചാർജ് ഉള്ള കൊളോയിഡ് പാർട്ടിക്കിൾ under the influence of the electric field, the colloidal particle move towards the positive electrode anode, leaving behind water here. So this is called anaphoresis. So അവിടെ അവരുടെ പോസിറ്റീവ് അതുകൊണ്ട് ആനോഡ്. അതുകൊണ്ട് നമുക്ക് ചാർജ് വളരെ കൺഫേം ചെയ്യാനുള്ള എക്സ്പെരിമെന്റ് കൂടിയാണ്. സോ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. The movement ആണ് under the influence of electric colloidal particle മൂവ്മെന്റ് ആണ് ഇലക്ട്രോഫോറസ് എന്നറിയപ്പെടുന്നത്. നേരെ മറിച്ച് ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്.
electroosmosis. Electroosmosis അതുകൂടെ പറയാം. Suppose the migration of the colloidal particle is prevented by introducing a membrane in between. യൂട്യൂബിനിടയിലേക്ക് മിഡിലേക്ക് ഒരു പോറസ് മെംബ്രെയിൻ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ you can prevent the movement of the colloidal particle then. Colloidal particles are slightly large, that they cannot too large that they cannot pass through the portion of the membrane. Particular Ramsroyd definition. So that's what called when we prevent the movement of the colloidal particle by introducing a porous membrane at the middle of the U-tube, okay, the movement of the colloidal particle is then stopped. Instead, the dispersion medium move towards the opposite electrode. അതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് ഡിസ്പേഴ്സൺ മീഡിയം ആയ നമ്മൾ പറയുന്ന മൊബൈൽ ലെയർ. The mobile layer consisting of the dispersed medium move towards the opposite electron. നിങ്ങൾക്ക് ന്യൂമറിക്കലി കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ ഓപ്പോസിറ്റ് ചാർജ് ആണ് ഡിസ്പേഴ്സൺ മീഡിയത്തിന് അല്ലെങ്കിൽ മൊബൈൽ ലെയർ അറിയാം. ഇപ്പോൾ ഇവിടെ രണ്ടും ചലിക്കാനായി വരുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണുന്നത് നോർമലി കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് ആണ് നമ്മൾ കാണുന്നത്. ബിക്കോസ് ദേ ആർ സ്ലൈറ്റ്ലി ബിഗ് പാർട്ടിക്കിൾ. ഓക്കെ, ഇത് മനസ്സിലാക്കാം. ബട്ട് നിങ്ങൾ അതിനെ പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ, കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പം ഫെറിക് ഹൈഡ്രോക്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഫെറിക് ഹൈഡ്രോക്സൈഡ് ഇങ്ങോട്ട് മൂവ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഇവിടെ എത്തി കഴിയുമ്പോൾ ഇങ്ങോട്ട് പോകുന്നില്ല പ്രിവെന്റ് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? ആൻഡ് ATD ചാർജഡ് ആയിട്ടുള്ള ഡിസ്പേഴ്സൺ മീഡിയത്തിന്റെ മൊബൈൽ ലെയർ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, if the movement of the colloidal particle is prevented by introducing a porous membrane in the middle of the U-tube, then we can see that instead of the colloidal particle, the dispersion medium will move towards or passing out towards opposite electron. This movement of the oppositely charged mobile layer or dispersion medium layer towards opposite electrode under the influence of the electric field, under the condition of the prevention, under the condition of no movement of the colloidal particle is called electroosmosis. കാരണം മീഡിയത്തിന്റെ ലിക്വിഡിന്റെ മൂവ്മെന്റ് നമ്മൾ ഓസ്മോസിസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇലക്ട്രോ ഓസ്മോസിസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ദ മൂവ്മെന്റ് ഓഫ് ദ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഡിസ്പേഴ്സൺ മീഡിയം or the diffuse layer or mobile layer towards the opposite charge of the electrode, preventing the movement of the colloidal particle condition, is called electroosmosis because it involves the movement of the liquid. And the electrical potential that develops due to the movement of the colloidal particle, the dispersion medium against the colloidal particle. The colloidal particle against the movement ആണ്. ഇങ്ങനെ മൂവ് ചെയ്യുന്നു. That this movement of the dispersion medium or mobile layer as against the colloidal particle create a field that is called streaming potential. അതിനെയാണ് streaming potential എന്ന് അറിയപ്പെടുന്നത്. The potential that develops across the membrane at the surface of separation of the membrane due to the oozing out due to the movement of the dispersion medium or mobile layer against the colloidal particle give rise to a potential at the surface of separation between the membrane, that's called streaming potential. ഇത്രയും ഞാൻ രണ്ടും പറഞ്ഞു. ഇപ്പോൾ ഡിസ്പേഴ്സൺ മീഡിയത്തിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള മൂവ്മെന്റിനെയാണ് ഇത് പിടിക്കുന്നത്. That is called electroosmosis. കൊളോയിഡൽ പാർട്ടിക്കിളിന്റെ മൂവ്മെന്റിനെ ഇലക്ട്രോഫോറസിസ് എന്നും അറിയപ്പെടുന്ന ചുരുക്കി പറഞ്ഞു. ഇനി അടുത്തതിനകത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, that is isoelectric point. Isoelectric point of colloids like a protein, amphiphilic protein, right? Amphiphilic colloids like protein. അതായത് പ്രോട്ടീനെ പോലുള്ള ആംഫിപ്രോട്ടിക് ആയിട്ടുള്ള, അതായത് എനിക്കറിയാം പ്രോട്ടീൻ ഒരു കൊളോയിഡ് ആണ്. ബട്ട് ഇത് അതിനെ H+ ലൂസ് ചെയ്യാനും കഴിവുണ്ട്, H+ എടുക്കാനുള്ള കഴിവ്. ബിക്കോസ് ഇത് കണ്ടെയ്ൻ പെപ്റ്റൈഡ് ലിങ്കേജ്. അതായത് അമിനോ ഗ്രൂപ്പും ഉണ്ട്, കാർബോക്സി ഗ്രൂപ്പും ഉണ്ട്. അതാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ അമിനോ ആസിഡ്. പ്രോട്ടീൻസ് ആർ ബേസിക്കലി പെപ്റ്റൈഡ്, ദാറ്റ് ഈസ് പോളിമർ അമിനോ ആസിഡ്. അപ്പൊ അമിനോ ആസിഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന
protein ഒരു amphiprotic സിസ്റ്റമാണ്. It can behave as an acid and it can behave as a base. അങ്ങനെ മനസ്സിലായി, depending on the pH of the solution. മീഡിയത്തിന്റെ pH, ഡിസ്പേഴ്സൺ മീഡിയത്തിന്റെ pH അനുസരിച്ച് അതിന് അസിഡിക് ആയിട്ട് ബിഹേവ് ചെയ്യാനുള്ള കഴിവുണ്ട്, അതിന് ബേസിക് ആയി ബിഹേവ് ചെയ്യാൻ കഴിവുണ്ട്. അതായത് കാർബോക്സി ഗ്രൂപ്പ് H+നെ റിലീസ് ചെയ്താൽ ബേസിക് ആവും, സോറി അസിഡിക് ആവും. നേരെ മറിച്ച് അമിനോ ഗ്രൂപ്പ് NH2 ഗ്രൂപ്പ് H+നെ എടുത്താൽ അതെന്തായി മാറും? ഇറ്റ് ക്യാൻ ആക്ട് ആസ് എ ബേസ്. അപ്പൊ ഇതിനെ that depends on the pH of the dispersion medium or medium of the system. അതുകൊണ്ടാണ് amphiprotic എന്ന് വിളിക്കുന്നത്. Amphiprotic means protein liberation, protein acceptance. So it can act both as a base and acid in depending on the pH. Anyway, ഇതിലേക്ക് വരാം. Amphiprotic colloid like a protein when subjected to electrophoresis, subjected to the application of the electric field in a U-tube. ഒരു യൂട്യൂബിൽ എടുത്തുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിലേക്ക് വിധേയമായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ അറിയാമോ? ഡിപ്പെൻഡിങ് ഓൺ ദ pH of the solution, depending on the pH of the solution, it can either positive charges or it can either negative charge. Positive charge ആകാം, negative charge ആകാം, pH അനുസരിച്ച്. അതുകൊണ്ട് അത് എന്ത് കാണിക്കും? They can show both type of migration. Anaphorusen കാണിക്കും, cataphorusen കാണിക്കും, depend on the pH of the solution. But എന്ന് പറഞ്ഞാൽ അതിനൊരു പെർട്ടിക്കുലർ pH ഉണ്ടാവും അങ്ങനെയുള്ള സൊല്യൂഷനെ സംബന്ധിച്ച്, at which the electrophoresis stops or becomes zero, null. That pH at which the electrophoretic mobility of the colloidal particle become zero. Okay, colloidal particle stop ഇല്ലാതാകുന്ന ആ pH-നെയാണ് ഐസോഇലക്ട്രിക് പോയിന്റ് എന്ന് പറയുന്നത്. ആ പെർട്ടിക്കുലർ pH അതിന് ചാർജ് ഇല്ലാതാകുകയാണ്. കാരണം ചാർജ് റിവേഴ്സൽ സംഭവിക്കുന്നു. പോസിറ്റീവായിട്ടുള്ള ഒരു സാധനം, ഒരു കൊളോയിഡ് സിസ്റ്റം നെഗറ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ഒരു pH എത്തി, ഒരു pH-ന്റെ മോളിൽ നെഗറ്റീവ് താഴെ പോസിറ്റീവ് എങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യം ഒരു പെർട്ടിക്കുലർ pH-ൽ അത് ക്രോസ് ഓവർ ചെയ്യണമെങ്കിൽ അവിടെ സീറോ ആണ്. ഇത്രയും ഓർത്താൽ മതി. സോ ഫോർ ആൻ amphiprotic colloid like protein there is a particular pH at which its charge becomes zero, so that electrophoretic mobility ceases or stops. That pH of the colloidal system is called isoelectric point. For albumin protein, albumin and blood delay, albuminum blood delay occurred example nokonde. For albumin it is 4.9, pH is 4.9, the isoelectric point, isoelectric point, pH represents 4.9 pH level. Then for gelatin is 4.8 ആണ്. ഇതെല്ലാം വളരെ അടുത്താണ്, ഏകദേശം 5ന്റെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ബട്ട് ഈസ് ആൽബുമിൻ എഗ്ഗിനകത്തുള്ളതാണ്, അല്ലെങ്കിൽ പ്രോട്ടീൻ സാധനകത്തുള്ളതാണ് ആൽബുമിൻ. At a pH 4.9 its electrophoretic mobility become zero because charge reversal occurs or charge becomes zero. For gelatin it happens at 4.8 pH, so the isoelectric point of gelatin is 4.8, and there is a reversal of the sign occurs, but at which the charge, that is electrophoretic mobility, becomes zero. So what is isoelectric point? The isoelectric point of certain is defined as the particular pH of a certain amphiprotic protein at which at the particular pH it electrophoretic mobility become zero due to the zero charge, or due to the reversal of the charge. ഇത്രയും നിങ്ങൾ അറിഞ്ഞിരിക്കുക. കൊളോയിഡ് പാർട്ടിക്കിൾ ഇലക്ട്രിക്കൽ ന്യൂട്രൽ ആകും. ഡ്യൂ ടു ദ ഇലക്ട്രിക്കൽ ന്യൂട്രൽ, നിങ്ങളത് ചാർജ് ഇല്ലാതാകുന്നു അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ന്യൂട്രൽ ആകുന്നതുകൊണ്ടോ റിവേഴ്സൽ ആകുന്നതുകൊണ്ടോ ഇലക്ട്രോ മൊബിലിറ്റി ഇല്ലാതാകുന്ന ആ pH-നെയാണ് ഐസോലേറ്റഡ് പോയിന്റ് എന്നറിയപ്പെടുന്ന പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എത്രയായി നോക്കട്ടെ. 24 മിനിറ്റായി. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് എടുക്കാം. The next is coagulation. Just we have to discuss about the coagulation and mechanism of coagulation. The process of precipitation of the colloid by the action of electrolytes is known as coagulation.
നമ്മുടെ ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്തുകൊണ്ട് എക്സസ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുന്ന ഒരു ലൈഫിലെ കേസിൽ അപ്പോൾ നമ്മൾ ജനറലായിട്ട് പറയാം അപ്രോപ്രിയേറ്റ് എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്തുകൊണ്ട് കൊളോയിഡ് പാർട്ടിക്കിളെ പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്ന പ്രക്രിയക്കാണ് കോയാഗുലേഷൻ എന്നറിയപ്പെടുന്നത്. കാരണം കൊളോയിഡിന്റെ ജസ്റ്റ് മുകളിൽ നിൽക്കുന്ന ആൾക്കാർ പ്രിസിപ്പിറ്റേറ്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, കൊളോയിഡ് സ്റ്റേബിൾ ആണെങ്കിൽ സ്മോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് ആവശ്യമുണ്ടെന്ന് ഞാൻ പറയാം. എസെൻഷ്യൽ ആണ്, അബ്സല്യൂട്ട്ലി നെസറിയാണ്. ബട്ട് ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുകയും ചെയ്യും. ആ പ്രതിഭാസമാണ് the phenomenon of the process of the precipitation of the colloid by the action or the appropriate or by the addition of the appropriate amount of electrolyte into it is called coagulation. Okay. And what is the mechanism of the coagulation? That is, on adding appropriate quantity of electrolyte into a colloidal system, the sum of the like charges of the colloidal particle get neutralized by the adsorption of the counter ion of the electrolyte. അതായത് നമ്മുടെ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആയുള്ള അയണി സ്പീഷീസ് ആണ്. കൊളോയിഡ് അകത്തുള്ള പാർട്ടിക്കിളിന് ഒരു പെർട്ടിക്കുലർ ചാർജ് ഉണ്ട്, അതെല്ലാം ഒരേ ചാർജാണ്. നിങ്ങളൊരു ഇലക്ട്രോലൈറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജ് ഉള്ള കൊളോയിഡ് പാർട്ടിക്കിൾ ഇലക്ട്രോലൈറ്റ് നെഗറ്റീവ് അയണാണ് കൗണ്ടർ അയൺ. നെഗറ്റീവ് അയൺ ഇതിലേക്ക് അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കുന്നു ഡ്യൂ ടു ദ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ. അങ്ങനെ അബ്സോർബ് ചെയ്യുമ്പോൾ ഇതിന്റെ ഏതാനും ലൈക്ക് ചാർജുകൾ എന്തായി മാറുന്നു, ന്യൂട്രലൈസ് ചെയ്യുകയും അതിന്റെ ഫലമായി കൊളോയിഡ് പാർട്ടിക്കിള് അടുത്തു വരികയും റിപ്പൽഷൻ നിൽക്കുന്നു. ദേ വിൽ അട്രാക്ട് ടുഗദർ, ദേ വിൽ അഗ്രിഗേറ്റ് ടുഗദർ ആൻഡ് thereby get precipitated. So that is the mechanism. എന്താ പറയാം, on adding electrolyte into it, the electrically charged colloidal particles of the like charges, the colloidal particle absorb the counter ion, its counter ion from the electrolyte, thereby neutralizes some of its like charges. As this is a result of the neutralization of the like charges, the zeta potential is lost and the colloidal particle aggregate together, and that will lead into the precipitation of the colloidal particle. So the effects of the electrolytes on causing the coagulation of the colloidal particle depends on the valence or charge of the counter ion of the electrolytes. So the effects of the electrolytes for producing coagulation of a colloidal solution depends on the charge or numerical valency present in the counter ion of the electrolyte. So we can say greater the valency or the counter ion of the electrolyte, greater will be the coagulating capacity. And this rule is called Hardy-Schell's rule. This is called Hardy-Schell's rule. So according to Hardy-Schell's rule, the coagulating capacity, the colloidal particles get coagulated by the influence of the electrolyte, by the action of the electrolytes. Okay, and the counter ion is responsible for the coagulation of the colloidal particles. So the coagulating power power or capacity of an electrolyte is directly proportional to, depends on, directly proportional to, depending on, what are we proportional to? The valency or charge, numerical charge of the counter ion. That is very important. Counter ion ഉദ്ദേശിക്കുന്ന the ion of the electrolyte that is opposite in charge of the colloidal particle is called counter ion, that is causing the coagulation of colloidal particle. Colloidal particles are of a particular charge. The ion of the electrolyte that is responsible for the coagulation of the colloidal particle is called the counter ion, which is always opposite charge of that the colloidal particle. So
The coagulating power or capacity of an electrolyte is directly proportional to the valence or numerical charge of the counter ion on the electrolyte. That means greater the valence, greater the charge or valence of the counter ion, greater will be its coagulating capacity, and this rule is called the Chelsea rule. So greater the valence charge of the counter ion, greater will be the coagulating capacity. For example, for the coagulation of ferric hydroxide salt, for ferric hydroxide salt particles is all positively charged. Positively charged particles are colloidal. Colloidal particles are positively charged. So the action of the electrolytes, the negative ion here is the counter ion. The negative ion of the electrolyte is the counter ion. So greater the charge of the negative ion. Negative ion, that is ferrous. Example K4 FeCN6 4 minus K3 4 minus K2 K3 FeCN6 iron under 4 Fe that is greater than potassium ferrocyanide is greater than, for example, phosphate PO4 3 minus is greater than SO4 2 minus is greater than Cl minus. So the case of the coagulation of positively charged colloidal particle, there is this ferrocyanide is greater than, phosphate is greater than, sulfate is greater than Cl minus. For the precipitation of H2S3 salt particle, it is negatively charged, colloidal particles. The counter ion is positively charged. In that case, that is Al3 plus is greater than, Mg2 plus or something like this. 2 plus is greater than Na plus. Al3 plus is greater than Mg2 plus is greater than Na plus. ഇവിടെ വേറെ നമുക്ക് 4 അയോൺ ഉള്ളത് ബുദ്ധിമുട്ടാണ്. Trivalent cation is greater power than that is divalent cation is greater power than monovalent cation. And you know that generally alum are very powerful, are efficient in coagulation of the mud from the well water or marshy water. It will do the powerful coagulating effect of aluminium, Al3 plus. Aluminium that mud become positive negative charge and aluminium tripositive ആയിട്ടുള്ള അലുമിനിയം അയോണിന്റെ പവർ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് ചളി അടിഞ്ഞു കൂടുന്നത്. So that is very efficient in coagulation. അതുകൊണ്ടാണ് നമ്മുടെ ആല വിട്ട് കഴിഞ്ഞാൽ മഡ് വാട്ടറിന് പ്യൂരിഫൈ ചെയ്യാറുണ്ട്. So greater the charge of the counter ion of the electrolyte, greater will be the coagulating capacity എന്ന് അറിഞ്ഞിരിക്കുക. So that's it. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങള് പ്രൊട്ടക്ഷൻ ഓഫ് ദ കൊളോയിഡ് ആണ്. ആ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റാം. പ്രൊട്ടക്ഷൻ ഓഫ് കൊളോയിഡ്, പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് ആൻഡ് ഗോൾഡ് നമ്പർ, ഇത്രയും കാര്യം ഇവിടെ കഴിയുമ്പോൾ ഏകദേശം കൊളോയിഡിന്റെ പ്രോപ്പർട്ടീസിലേക്ക് പോയി തീരുകയാണ്. അതിനുശേഷം എമൽഷനും ജെല്ലും എന്ന് പറയുന്ന കുറെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഫ്ലോക്കുലേഷൻ വാല്യൂ ഇതിലൊറ്റയും കൂടെ വരുന്നുണ്ട്. ഫ്ലോക്കുലേഷൻ വാല്യൂ ഓർ coagulation വാല്യൂ എന്ന് പറയുന്നത് the minimum amount of the electrolyte that is required for the coagulation of a colloidal solution is called a flocculation value. The minimum concentration of the electrolyte required to cause the coagulation of flocculation of the colloid is called flocculation. Coagulation of flocculation coagulation of flocculation and flocculation value.
coagulation തന്നെയാണ് flocculation എന്ന് അറിയപ്പെടുന്നത്. The term that is used for coagulation and the term is flocculation. The minimum amount of the electrolyte that is added for the coagulation of any colloidal particle from the soul is called flocculation value. Greater the charge of the counter ion in the electrolyte, lesser will be the flocculation value എന്ന് അറിഞ്ഞിരിക്കുക. പുസ്തകം വായിച്ചാൽ മതി. ഇപ്പോൾ അലുമിനിയം ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്, ബേരിയം ക്ലോറൈഡ് എടുത്തു കഴിഞ്ഞാൽ അലുമിനിയം ക്ലോറൈഡ് ആണ് മിനിമം ഫ്ലോക്കുലേഷൻ വാല്യൂ വരുന്നത്. ഓക്കെ, സോഡിയം ക്ലോറൈഡ് 52, അലുമിനിയം ക്ലോറൈഡ് 0.69, സോറി സോഡിയം ക്ലോറൈഡ് 52 ആണ്, മില്ലിഗ്രാം വേണ്ടി വരും. മില്ലിഗ്രാമിൽ പെർ ലിറ്റർ ഇൻ ടേംസ് ഓഫ് മോൾ മില്ലിമോൾസിലാണ് പറയുന്നത്. മില്ലിമോൾസ് പെർ ലിറ്റർ, മില്ലിമോൾസ് പെർ. 1 ലിറ്റർ സോൾ എടുത്തിട്ട് അതിനകത്തൊക്കെ മില്ലി ലിറ്റർ ആയിട്ട് ML ആഡ് ചെയ്യുമ്പോൾ 52 ML വേണം സോഡിയം ക്ലോറൈഡ്. ഏത് ഫ്ലോക്കുലേഷൻ ഓഫ് നെഗറ്റീവ് H2S3 സോൾ, നെഗറ്റീവ് ചാർജ് H2S3 സോളിനെ നിങ്ങൾ ഫ്ലോക്കുലേറ്റ് ചെയ്യാൻ 3 ഇലക്ട്രോലൈറ്റ് ഇടുക. സോഡിയം ക്ലോറൈഡ് 52 ഗ്രാം ആഡ് ചെയ്ത് വരും, 52 ML. എന്നാൽ ബേരിയം ക്ലോറൈഡ് 0.69 ML ആഡ് ചെയ്താൽ മതി. എന്നാൽ അലുമിനിയം ക്ലോറൈഡ് ആണെങ്കിൽ വളരെ കുറച്ച് മതി, 0.093 മതി. So the number of milligram of the electrolyte required for the coagulation of 1 liter of a soul from its solution is called the flocculation value. Greater the charge of the colloidal particle, lesser will be the flocculation number, the flocculation value. For example, for the precipitation of, for the coagulation of negatively charged H2S3 soul, that use sodium chloride, barium chloride and AlCl3 എടുത്തു കഴിഞ്ഞാൽ NaCl 52 milliliter മതി, ml വേണം. ബേരിയം ക്ലോറൈഡ് 0.69 ml മതി. ഇത് 0.093 ml മതി for the coagulation of flocculation of 1 liter of H2S3 soul per liter of this soul. ഒന്നുകൂടെ പറയാം. The minimum amount in milliliter or the electrolyte are required to cause the coagulation of flocculation of 1 liter of the soul. 1 liter of the soul is called its flocculation value. Okay, that depends on the charge. Greater the charge of the counter ion of the electrolyte, lesser will be the flocculation value. ഇനി നമുക്ക് അടുത്ത പ്രൊട്ടക്റ്റീവ് കൊളോയിഡ് പ്രൊട്ടക്ഷന്റെ മെക്കാനിസം ഗോൾഡ് നമ്പർ ആണ്. ഇത്രയും അടുത്ത ക്ലാസ്സിലേക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഐ എം വൈൻഡിങ് അപ്പ് ദ ക്ലാസ് ടുഡേ. താങ്ക് യു വെരി മച്ച് ഫോർ ലിസണിങ് മീ.